Hello guys, welcome back. അപ്പോൾ ഈ വീഡിയോ ഒരു പബ്ജി പ്ലേയേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ഹൈ എൻഡ് ഗെയിമൊക്കെ കളിക്കേണ്ട പ്ലേയേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് തന്നെ ലോ എൻഡ് ഡിവൈസിലൊക്കെ കളിക്കുമ്പോൾ കുറേ ലാഗും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അതൊക്കെ എത്രത്തോളം റിഡ്യൂസ് ചെയ്യുക, എങ്ങനെ പൂർണ്ണമായിട്ട് റിഡ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും ഫോണിലുള്ള ഓരോ സെറ്റിങ്സിനൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ലാഗ് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകേണ്ടത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു ആൻഡ്രോയിഡിലുള്ള ഒരു സെറ്റിങ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു ആപ്പും പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സെറ്റിങ്സും ഈ ആപ്പൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ ഫോണിൻ്റെ മാക്സിമം പവർ എടുത്തുകൊണ്ട് ലാഗും കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിങ്സാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ മെയിനായിട്ട് നമ്മളെ ഇൻ്റർനെറ്റ് കണക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. വീക്കായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിലും ലാഗ് സംഭവിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങളിപ്പോൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ കണക്ഷനും അതേമാതിരി തന്നെ വൈഫൈ സ്പീഡും സെയിം സ്പീഡാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വൈഫൈക്ക് തന്നെ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. വൈഫൈ നയിക്കാരം സ്മൂത്തായിട്ടുള്ള നെറ്റ് നമുക്ക് ലഭിക്കുക. മൊബൈൽ ഡാറ്റ അത്ര സ്മൂത്ത് ആവില്ല. ഇതൊക്കെ ഞാൻ കുറേ റിസർച്ച് നടത്തി പറയുന്ന കാര്യമാണ്. പിന്നെ വരേണ്ട കാര്യം സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ആവാം. അപ്പോൾ സ്റ്റോറേജ് ഈ പബ്ജിക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 5 GB എങ്കിലും മിനിമം ഫ്രീ ആക്കിയിടാൻ ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാവണം പബ്ജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അല്ല SD കാർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആവും. കൂടുതലായിട്ടും നിങ്ങളുടെ ഫോണിൽ മൊബൈലിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുക. യൂസിങ് കുറവുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ കുറേ നിങ്ങളെ റാമിൻ്റെ സ്പേസൊക്കെ ഓൾറെഡി ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് റാമും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുത്തുകൊണ്ടും പബ്ജി കളിക്കുമ്പോൾ ലാഗ് ഉണ്ടാവാം. ഡെയിലി നിങ്ങളെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ മെമ്മറി വീക്കും കാര്യങ്ങളൊക്കെ ഒഴിവാകും. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ സാംസങ്ങിലുള്ളൊരു ഡിവൈസ് കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കൂടുതൽ ഫോണിലും കാണും. അത് നിങ്ങൾ ബ്രാൻഡിനനുസരിച്ച് ചെറുതായിട്ട് മാറ്റം വരും. അതിനനുസരിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. പബ്ജി ആപ്പ് ബാറ്ററി സേവിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നമാണ്. നല്ല രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ അടിക്കും. അപ്പോൾ ഈ സാംസങ്ങിലാണ് ഈ ഗെയിം ലോഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു ആപ്ലിക്കേഷനിലാണ്, ഗെയിം ലോഞ്ചറിലാണ് നമുക്ക് ഗെയിമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എൻ്റെ സെറ്റിങ്സ് ഒന്ന് ഫോക്കസ് ഓൺ പെർഫോമൻസാണ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബാലൻസ്ഡ് കൊടുത്താലും ഫോക്കസ് ഓൺ പവർ സേവിങ്ങിൽ കൊടുത്താലൊക്കെ നല്ല രീതിയിൽ ലാഗ് അടിക്കും. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോൺ പോയാൽ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷനിൽ പോയാൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടൊരു എൻ്റെ പാസ്വേഡ് ഇട്ടുകൊണ്ട് പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. 4 വട്ടമൊക്കെ ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഇവിടെ എനബിൾ ആവും. അപ്പോൾ ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വിൻഡോ ആനിമേഷൻ സ്കെയില്, അതേമാതിരി ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയില്, ആനിമേറ്റഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ കണ്ടൊക്കെ സ്കെയിൽ എന്ന് പറഞ്ഞ കണ്ട് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് 0.5 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കുറേ ലാഗ് ഒഴിവാകും. 4x MSCA എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിടുക. GPU റണ്ടറിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. എൻ്റെ ഫോണിൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് ഈ 4x MSA എന്ന് പറഞ്ഞ ഈ സെറ്റിങ്സും പിന്നെ GPU റണ്ടറിങ് എന്നുള്ള ഈ സെറ്റിങ്സും നല്ല രീതിയിൽ ബാറ്ററി കൺസംഷനൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്
ഒരു പ്രശ്നം അല്ലെങ്കിലൊക്കെ ഇത് എനേബിൾ ചെയ്തിടുക. പിന്നെ അതേമാതിരി തന്നെ ഫോണിന് ഹീറ്റിംഗ് ഇഷ്യൂ അധികമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാൻ ഓൺ ആക്കിക്കാണ്ടൊക്കെ കളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫോണിൻ്റെ പൗച്ചൊക്കെ റിമൂവ് ചെയ്ത് കളിക്കാം. കാരണം നിങ്ങളെ ഫോണിലുള്ള ലിഥിയം അയൺ ബാറ്ററിക്ക് അധികം ഹീറ്റ് പറ്റില്ല. ബാറ്ററിൻ്റെ ലൈഫ് തന്നെ ഡിഗ്രീസ് ആവാനൊക്കെ ചാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഓൺ ആക്കിയിട്ടും അധികം ഹീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പൈമാരി സെറ്റിങ്സിലിടുക. നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ തന്നെ കളിക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ GFX ടൂൾ ഫോർ PUBG അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GFX ടൂൾ വരും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സെറ്റിങ്സ് ഗ്രാഫിക്സൊക്കെ കുറച്ച് കണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. PUBG ആപ്പിനെക്കാട്ടിയും കുറഞ്ഞ ഗ്രാഫിക്സിലൊക്കെ നിങ്ങൾക്ക് GFX ടൂളിൽ സെറ്റ് ചെയ്ത് കണ്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2GB RAM ഉള്ള ഫോണിന് വരെ ഈ ഒരു സംഭവം വർക്ക് ആയിക്കണ്, കുഴപ്പമില്ലാതെ വർക്കായ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ സെറ്റിങ്സൊക്കെ കറക്റ്റ് ചെയ്ത് കണ്ട് കളിക്കാവുന്നതാണ്. പക്ഷേ ഇത്രയും പറഞ്ഞ മെത്തേഡൊന്നും നിങ്ങളെ ലാഗ് കുറക്കണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ GFX ടൂൾ ഉപയോഗിക്കുക. കാരണം ഇത് PUBGയിൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിൻ്റെ ബാന് കിട്ടും. അത് ഓരോ ലക്ക് അനുസരിച്ചാണ്. ഇതുവരെ ബാന് കിട്ടാതെ കളിക്കുന്നവരുണ്ട്. ഇപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിക്കണമെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.